ചാനൽ ഹാപ്പി മൂമെന്റ്സ്. അപ്പോൾ എന്തൊക്കെ വിശേഷം? ക്രിസ്മസ് ഒക്കെ ആയില്ലേ? എല്ലാവരുടെയും വീടുകളിൽ ക്രിസ്മസിന്റെ ഡെക്കറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഏകദേശം ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ച് കാർട്ടൺ ബോക്സും വേസ്റ്റ് തുണിയൊക്കെ വെച്ചിട്ട് ഒരു പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ആ ഒരു പുൽക്കൂട് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. വ്യത്യസ്ത വലിപ്പത്തിലുള്ള കാർഡ്ബോർഡ് ബോക്സുകളാണ് നമ്മൾ ഈ പുൽക്കൂടിൻ്റെ നിർമ്മാണത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരേ സൈസ് ആകുമ്പോഴേക്കും ഒരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ ഏറിയും കുറഞ്ഞും ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് നമ്മൾ വെള്ളത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അത് കുറുക്കിയെടുക്കുക. നമ്മുടെ എത്ര കാർട്ടൺ ബോക്സ് ആണോ നമ്മൾക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് മേടിക്കുക. ഞാനൊരു 10 കിലോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാർട്ടൺ ബോക്സിൽ ഇങ്ങനൊരു ഡോറിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുവാണ്. ഏകദേശം ഇതുപോലെ. ഇപ്പോൾ രാത്രിയാണ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഇരുട്ട് കേട്ടോ വീഡിയോയിൽ, കാരണം രാത്രിയിലായത് കാരണമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു വാതിലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കും. എന്നിട്ട് നമ്മളുടെ ഏത് രീതിയിലാണോ സെറ്റ് ചെയ്യേണ്ടത്, നേരെ വേണോ വളച്ച് വെക്കണോ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു പുൽക്കൂടിൻ്റെ ഇതിന് ഷേപ്പ് വരുത്തുക. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള പഴയ വേസ്റ്റ് തുണികൾ, ബെഡ്ഷീറ്റോ സാരിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് അത് നല്ലപോലെ ഇതിൽ മുക്കിയിട്ട് ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഇത് നല്ല രീതിയിൽ കട്ടിയാകും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കട്ടിയാകും. ഇതിനൊരു ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കടലാസ്, ഈ ന്യൂസ് പേപ്പറില്ലേ, വേസ്റ്റ് ന്യൂസ് പേപ്പർ ഇങ്ങനെ ബോൾ ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗോപുരം പോലത്തെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ രീതിയിൽ ഇത് ഫുള്ളായിട്ട് നമ്മൾ എന്തോരം കാർട്ടൺ ബോക്സ്, എന്തോരം വലുപ്പത്തിലുള്ള ഗോപുരം വെക്കണം, ഇതേ രീതിയിലാണ് പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ തുണി അതിൻ്റെ മീതിയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് മുക്കിയ ഈ തുണി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നല്ല കട്ടിയാവും. അപ്പോൾ നമ്മളിങ്ങനെ നൈസായിട്ട് ആ ഡോറിൻ്റെ ഷേപ്പിൽ തന്നെ അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു വാതിൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെയാണ്, നമുക്കിങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ അറിയാൻ പറ്റും എവിടെ കട്ട് ചെയ്യണം എന്നുള്ളത്. ആ ഭാഗത്ത് പയ്യെ കട്ട് ചെയ്തിട്ട് ആ ഷേപ്പിൽ, അപ്പം ഇത് കട്ടിയാവുമ്പോൾ നമുക്ക് എളുപ്പമാണ്, ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് എളുപ്പമാണ്. അങ്ങനത്തെ രീതിയിൽ എല്ലാ ബോക്സും തന്നെ കട്ട് ചെയ്ത് അതിൻ്റെ ഡോറ് സെറ്റ് ചെയ്യുക. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ വെള്ളം മുറ്റത്തൊക്കെ വീഴാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ എവിടെ സെറ്റ് ചെയ്യണം ആ ഭാഗത്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനാണ് ഒരു മുണ്ടിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നാലും ഇത് വീഴും. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്താൽ പോകുന്നതാണ്, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ഇതൊന്ന് ഡ്രൈ ആയപ്പോഴേക്കും നല്ല വൈറ്റ് കളറായി വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ മീതെ ഒന്നും കൂടി നമ്മൾ കൈകൊണ്ടൊന്ന് അത് തേച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെ വരും. അതിനുശേഷം നമുക്കിത് പെയിൻ്റ് അടിക്കേണ്ടതാണേ. പുൽക്കൂട് സെറ്റ് ചെയ്യണ കാര്യം പറഞ്ഞപ്പോഴേക്കും സാംസണാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവനാണ് സാംസൺ, ഇവൻ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്, അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ബ്രദറാണ്, അങ്ങനെ പറയാനാണ് ഇഷ്ടം. അപ്പോൾ ഇവൻ്റെ ഐഡിയ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേടാ നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇത് അടിപൊളിയാക്കി എന്താണെങ്കിലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് കാര്യങ്ങളാണെങ്കിൽ ഇവന് നല്ലപോലെ അറിയാം, അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ പുൽക്കൂടിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 രാത്രി കൊണ്ടാണ് നമ്മൾ, 2 അല്ല ആക്ച്വലി 3 രാത്രി കൊണ്ടാണ് നമ്മൾ ചെയ്തത്. എല്ലാവരും ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത് കേട്ടോ. പെയിൻറ്റിനായിട്ട് എടുത്തിരിക്കുന്ന കളർ ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളർ ചെയ്യുക. അപ്പോൾ ഇതൊരു ഷൈനിങ് ഉള്ളൊരു കോഫി ബ്രൗൺ കളറാണ് എടുത്തിരിക്കുന്നത്. ഈ ലൈറ്റുകളാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ലൈറ്റ് പല കളറിൽ നമുക്ക് കിട്ടും, ബ്ലൂ, റെഡ്, ഗ്രീൻ, അങ്ങനെ. ഏകദേശം പെയിൻറ്റിൻ്റെയും ലൈറ്റിൻ്റെയും വർക്ക് കഴിഞ്ഞപ്പോഴേക്കും പുൽക്കൂട് ഏകദേശം ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ എനിക്ക് അത് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയാണ്. വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയായിട്ടാണ് എനിക്ക് നേരിട്ട് കാണാനായിട്ട് കേട്ടോ. കുറച്ചുകൂടി ഭംഗിയാണ്, എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ബാക്കിലൊരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പുൽക്കൂട് നമ്മളൊരു ചെറിയ പുൽക്കൂട് മേടിച്ചിട്ടോ. എന്നിട്ട് ആ ഒരു ചെടിയൊക്കെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളിഷ്ടമുള്ളൊരു യെല്ലോയും ഒരു ഗ്രീൻ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ ലൈറ്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ബാക്കിൽ ബ്ലൂ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ കുറച്ച് വൈറ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് ലൈറ്റ് ഇടുമ്പോഴാണ് ഇവിടെയൊക്കെ പെയിൻ്റ് ആയില്ലെന്നൊക്കെ രാത്രി ആയത് കാരണം കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഭാഗത്തൊക്കെ നൈസായിട്ട് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തു.
പുൽക്കൂടിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അതിന് ശേഷം നമ്മൾ മണ്ണിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നിൽ നമുക്ക് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഇത് ചെയ്യാം കേട്ടോ. അപ്പം ഇതിൽ മണ്ണിട്ടിട്ട് പുല്ല് വെക്കാനാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മണ്ണ് മേടിക്കുവാണ് ചെയ്തത്. പിന്നെ ഈ ഗ്രാസിൻ്റെ ഷീറ്റും മേടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ വെട്ടിയിട്ട് നമ്മുടെ ഐഡിയ അനുസരിച്ച് ഇത് സെറ്റ് ചെയ്യുവാണ്. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ പുൽക്കൂട് വെച്ച് പിന്നെ ഉണ്ണീനെ മാതാവിനെയൊക്കെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രാസ് നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമോ ആ രീതിയിൽ നമ്മൾ വെക്കുക. നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ട് വെട്ടിയിട്ട് ഈ മണ്ണിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പുല്ല് നല്ല ഫ്രഷായിട്ട് തന്നെ കുറേ നാളത്തേക്ക് നിന്നോളും. നമുക്കിത് ഒരുപാട് നാൾ വേണ്ടല്ലോ. ജനുവരി ഫസ്റ്റ് വീക്കോടുകൂടി തന്നെ ഇതൊക്കെ നമ്മൾ അഴിച്ചു മാറ്റുകയും ചെയ്യും. അതുവരെ എന്താണെങ്കിലും നല്ല പച്ചപ്പോടുകൂടി നിൽക്കുകയും ചെയ്യും. പിന്നെ സമയമുള്ളവർ തേനരൊക്കെ ഇട്ടിട്ട് മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ചെയ്ത് കാരണമാണ് പുല്ല് മേടിക്കേണ്ടി വന്നത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുക എവിടെയൊക്കെയാണ് ലൈറ്റ് വരേണ്ടത്, എങ്ങോട്ടേക്കൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് ആ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ഏത് ഭാഗത്തേക്കൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ പുൽക്കൂട്ടിലേക്കും നല്ല രീതിയിൽ വെട്ടം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു മണ്ണും കല്ലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കൊട്ടാരം പോലെ പുല്ല് നിരപ്പായിട്ട് വിരിച്ചിടാതെ ഒരു ഇത്തിരി പൊക്കമൊക്കെ വരുമ്പോൾ ഒരു മല പോലെയും ഒരു കുന്നു പോലെയൊക്കെ തോന്നുമ്പോൾ കാഴ്ചക്ക് ഒരു ഭംഗിയാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഒരു കല്ല് വെച്ചിട്ട് പൊക്കി വെക്കുന്നത്. ഐഡിയ പോലെ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഐഡിയ വരത്തുള്ളൂ. ഈ നീല വന്നത് അടിപൊളിയായിട്ടുണ്ടല്ലേ, നോക്കി ഓരോരോ ബുദ്ധി വന്നതേ. ഇത് എത്ര ചാക്ക് മണ്ണെടുത്തു വന്നു? അതിനിത് നോക്കിയതിനെ ഇവിടെ സൂപ്പറായിട്ടില്ലേ നമ്മുടെ പുൽക്കൂട്. ഈ സമയത്ത് പുൽക്കൂട് പണിയുമ്പോൾ നമുക്ക് കൊതുക് തിരിയാണ് ചുറ്റിനും കേട്ടോ. ഭയങ്കര കൊതുകായിരുന്നു, അതിൻ്റെ ഒരു ശല്യവും. പിന്നെ നമ്മുടെ മെയിൻ പ്രശ്നക്കാരൻ നമ്മുടെ ചാർലിയാണ്. അവന് ഇവിടെ ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവന് കൂട്ടിക്കിടക്കാൻ പറ്റത്തില്ല. അവന് പുറത്തിറങ്ങി നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കണം. എന്നിട്ട് ഇവിടെ കിടക്കുന്ന തുണിക്കഷ്ണം അവനൊരു വീക്ക്നെസ്സാണ്. ഈ മുണ്ട് ഒക്കെ എടുത്തുകൊണ്ട് പോവും. നമ്മൾ ഈ ഫ്രണ്ടിൽ വിരിച്ചിട്ട് വെച്ച മുണ്ട് ഒക്കെ എടുത്ത് വലിച്ചു ഓടിക്കൊണ്ട് കിടക്കലാണ് അവൻ്റെ പണി. കുറച്ച് വെള്ളക്കല്ലുകൾ ഇങ്ങനെ ഒരു കുന്നുപോലെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ ഒരു ലൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തീ കായുന്ന ഒരു തീ കത്തിച്ചിട്ടേക്കുന്ന പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു യെല്ലോ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിൽ അതും സെറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം നമ്മുടെ പുൽക്കൂട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മാതാവിനെയും ഔസേപ്പിതാവിനെയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ണീനെ നമ്മൾ 24-ാം തീയതിയേ വെക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.